Good morning. Good morning. Okay, അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് പറഞ്ഞു നിർത്തിയത് ഓർക്കുന്നുണ്ടോ? പ്രാക്ടീസ്, സെക്ഷൻസ്, സ്റ്റാൻഡേർഡ്സ്, അതുപോലെ തന്നെ എന്താ മെഷറബിൾ എലമെന്റ്സ് ഒക്കെ നമ്മൾ പറഞ്ഞല്ലേ? പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുത്തോളൂ കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് എന്താണ്? 5th എഡിഷൻ അല്ലെ, JCIയുടെ 5th എഡിഷൻ ആണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അത് എന്താണ്? April 2014 പ്രാബല്യത്തിൽ വന്നത്. 4 sections ഉണ്ട്. ആ സെക്ഷൻസിൽ ചാപ്റ്റേഴ്സ് ഉണ്ട്. ആ ചാപ്റ്റേഴ്സിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതാണ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. വെറുതെ നമുക്ക് എന്താണ് അംഗീകാരം കൊടുക്കാനായിട്ട്, അക്രഡിറ്റേഷൻ കൊടുക്കാനായിട്ട് പറ്റില്ല. ആ സ്റ്റാൻഡേർഡ്സ് ഓരോ സ്കോർ കൊടുക്കണം അല്ലെ. അതിന് വേണ്ടിയിട്ട് ഓരോ മെഷറബിൾ എലമെന്റ്സ് ഉണ്ടാവും. അത് കറക്റ്റ് ആണോ അല്ലെങ്കിൽ അവർ കറക്റ്റ് ആയിട്ട് അത് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മൾ സ്കോർ കൊടുക്കുന്നത്. അതനുസരിച്ചിട്ടാണ് ആ സ്കോർ നോക്കിയിട്ടാണ് അംഗീകാരം നമ്മൾ നൽകുന്നത്. ഓക്കെ, അപ്പോ 5th എഡിഷൻ ആണ് നമ്മൾ പഠിക്കുന്നത്. അതിന് ഓരോ 4 sections ഉണ്ട്. ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് includes the accreditation participation requirements, APR എന്ന് പറയുന്നത് കേട്ടോ. എന്ന് പറഞ്ഞാൽ എന്താണ്? അക്രഡിറ്റേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്ഥാപനം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, അതാണ് സെക്ഷൻ 1 ചാപ്റ്ററിൽ പറയുന്നത്. APR എന്ന് പറഞ്ഞാൽ അക്രഡിറ്റേഷൻ പാർട്ടിസിപ്പേഷൻ റിക്വയർമെന്റ്സ്. ഓക്കെ, ഒരു അംഗീകാരം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്ഥാപനം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഇനി സെക്ഷൻ 2 വരുന്നത് പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ് ആണ് അതിൽ വരുന്നത്, പേഷ്യന്റുമായിട്ട് ബന്ധപ്പെട്ടത്. ഓക്കെ, അപ്പൊ രോഗി കേന്ദ്രീകൃതമായിട്ടുള്ള മാനദണ്ഡങ്ങളാണ് സെക്ഷൻ 2 വരുന്നത്. ഏതൊക്കെയാണ്? IPST, ഇന്റർനാഷണൽ പേഷ്യന്റ് സേഫ്റ്റി ഗോൾ എന്ന് പറഞ്ഞാല് വരുന്ന ഹോസ്പിറ്റലിലേക്ക് വരുന്ന പേഷ്യൻസിന് കെയർ കൊടുക്കുന്നതിനുള്ള പ്രവേശനവും പിന്തുടർച്ചയുമാണ് അതിലുള്ളത്. ഇനി എന്താ? ACC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്സസ് ടു കെയർ ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ. എന്താണ്? മരുന്നിന്റെ അല്ലെ, സോറി എന്താണ് അതിന്റെ പിന്തുടർച്ച അല്ലെ, പ്രവേശനം. അതുപോലെ തന്നെ സോറി ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയി എന്ന് തോന്നുന്നു അല്ലെ. IPSG എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്റർനാഷണൽ പേഷ്യന്റ് സേഫ്റ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേഷ്യന്റ് സുരക്ഷയുമായിട്ട് സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇനി അതുപോലെ തന്നെ ആക്സസ് ടു എന്താണ്? ആക്സസ് ടു കെയർ ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ, ACC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? വരുന്ന പേഷ്യൻസിന്റെ കെയറിലേക്കുള്ള പ്രവേശനവും പിന്തുടർച്ചയും. പിന്നെ എന്താണ്? PFR എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേഷ്യന്റ് ആൻഡ് ഫാമിലി റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പേഷ്യൻസും അവരുടെ ഫാമിലി മെമ്പേഴ്സിന്റെയും അവകാശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ്സ് ആണ് പേഷ്യന്റ് ആൻഡ് ഫാമിലി റൈറ്റ്സ് എന്ന് പറഞ്ഞാല്. ഇനി AOP എന്ന് പറഞ്ഞാൽ അസസ്മെന്റ് ഓഫ് പേഷ്യൻസ്. എന്താണ്? മരുന്നിന്റെ കാര്യങ്ങള്, ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങള്, ഇതൊക്കെ നമ്മൾ അസസ് ചെയ്യും. പേഷ്യന്റുമായിട്ട് ബന്ധപ്പെട്ട മരുന്നിന്റെ കാര്യങ്ങൾ ഉണ്ടാവും, ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങൾ, ഇതൊക്കെ അസസ്മെന്റ് ചെയ്യുന്നതാണ് അസസ്മെന്റ് ഓഫ് പേഷ്യന്റ്. അസസ്മെന്റ് എന്ന് പറഞ്ഞാല് വിലയിരുത്തുക. പിന്നെ എന്താ? COP, പേഷ്യൻസ്. എന്താണ്? ഈ എന്തൊക്കെ എത്ര തരത്തിലുള്ള അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള പരിചരണമാണ് രോഗികൾക്ക് കൊടുക്കേണ്ടത്? ഇൻപേഷ്യന്റ് ആവാം അല്ലെങ്കിൽ ഔട്ട് പേഷ്യന്റ് ആവാം. അങ്ങനെയുള്ള കാര്യങ്ങളാണ് COP വരുന്നത്. ഇനി എന്താണ്? ASSC, അനസ്തേഷ്യ ആൻഡ് സർജിക്കൽ കെയർ. നിങ്ങൾക്കറിയാലോ, അനസ്തേഷ്യ കൊടുക്കുന്നതുമായിട്ടും അതുപോലെ തന്നെ സർജിക്കൽ കെയറുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ്സുകൾ. MMU എന്ന് പറഞ്ഞാൽ മെഡിക്കേഷൻ മാനേജ്മെന്റ് ആൻഡ് യൂസ്. അതിൽ വരുന്നത് കൊടുക്കുന്ന മരുന്നിന്റെ മാനേജ്മെന്റ്, അതിന്റെ യൂസസ്. ഇനി എന്താ? BFE എന്ന് പറഞ്ഞാല് പേഷ്യന്റ് ആൻഡ് ഫാമിലി എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാല് പേഷ്യൻസിന് കൊടുക്കുന്ന അവയർനെസ്സുകൾ അല്ലെ, ഫാമിലിക്കും അവരുടെ പേഷ്യന്റിനും അവരുടെ ഫാമിലിക്കും കൊടുക്കുന്ന എഡ്യൂക്കേഷനുമായിട്ട് അവയർനെസ് ആണ്
ഉദ്ദേശിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് PFE എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് സെക്ഷൻ 1 സെക്ഷൻ 2 ഉള്ള ചാപ്റ്റേഴ്സ് ആയിട്ട് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇമ്പോർട്ടന്റ് ആയിട്ട് മിസ് 2 മാർക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു, MMU PFE. ഓക്കെ, ഇത് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കാം കേട്ടോ, അതിന്റെ എക്സ്പാൻഡ് ഫോം ചോദിക്കാറുണ്ട്. ഇനി സെക്ഷൻ 3 നോക്കാം. Consist of a healthcare organization, management standards. Okay, ആരോഗ്യ പരിചരണ സംഘടനയുമായിട്ട് ബന്ധപ്പെട്ട മാനദണ്ഡങ്ങളാണ് സെക്ഷൻ 3 വരുന്നത്. ഫസ്റ്റ് വൺ നോക്കാം, QPS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വാളിറ്റി മാനേജ് ഇംപ്രൂവ്മെന്റ് ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി. പേഷ്യന്റ് സേഫ്റ്റിയും ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത്. പിന്നെ PCI എന്ന് പറഞ്ഞാല് പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഇൻഫെക്ഷൻ. ഓക്കെ, ലബോറട്ടറിയുമായിട്ട് അല്ലെ, ലബോറട്ടറിയുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ എന്താണ് ഇൻഫെക്ഷൻ കൺട്രോള്, അതുമായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ സ്റ്റാൻഡേർഡ്സ് ആണ് വരുന്നത്. ഇൻഫെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അത് കൺട്രോൾ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇനി എന്താ GLD എന്ന് പറഞ്ഞാൽ ഗവേണൻസ് ലീഡർഷിപ്പ് ആൻഡ് ഡയറക്ഷൻ ഫോർ hospital and academic medical institutions. അപ്പോൾ ഇവിടെ പറയുന്നത് ഹോസ്പിറ്റൽസുകൾക്കും അതുപോലെ തന്നെ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾക്ക്, അക്കാദമിക് ആയിട്ടുള്ള മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഉള്ള ഭരണം, അതുപോലെ തന്നെ നേതൃത്വം അല്ലെ, ഗവേണൻസ് അല്ലെ, ഭരണവും അതുപോലെ തന്നെ നേതൃത്വവും ലക്ഷ്യവും ഒക്കെ ഇങ്ങനെയുള്ളതാണ് ഇവയുടെയൊക്കെ ഹോസ്പിറ്റൽസിലേക്കും അതുപോലെ തന്നെ ഈ അക്കാദമിക് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് ഭരണം, ലീഡർഷിപ്പ്, ഡയറക്ഷൻ, ഗവേണൻസ് ഒക്കെ എങ്ങനെയുള്ളതാണ് എന്നുള്ളതാണ് അതിൽ വരുന്നത്. ഇനി ഫെസിലിറ്റി മാനേജ്മെന്റ് സേഫ്റ്റി. ഓക്കെ, അതിൽ പറയുന്നത് എന്താണ്, ഫെസിലിറ്റിയുമായിട്ട് അല്ലെ, ഫെസിലിറ്റി സുരക്ഷയുമായിട്ടും അതുപോലെ തന്നെ ഫെസിലിറ്റീസ് സൗകര്യങ്ങളുടെ അതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ്സ്. സ്റ്റാഫ് ക്വാളിഫിക്കേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ SQE എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാഫ് ക്വാളിഫിക്കേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ. സ്റ്റാഫിന് എത്രത്തോളം ക്വാളിഫിക്കേഷൻ ഉണ്ട്, അവരുടെ ക്വാളിഫിക്കേഷനും എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ്സ്. ഇനി എന്താ, മാനേജ്മെന്റ് ഓഫ് ഇൻഫർമേഷൻ MOI. ഓക്കെ, മാനേജ്മെന്റ് ഇൻഫർമേഷൻസ് കൃത്യമായിട്ട് മാനേജ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ്സ് ആണ് MOI എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സെക്ഷൻ 3 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് വരുന്നത് 1 QPS. മാർക്ക് ചെയ്ത് വെക്കാനാണ് ഇപ്പൊ പറയുന്നത്. സെക്ഷൻ 1 QPS മാർക്ക് ചെയ്യാം. ഇനി സെക്ഷൻ 4 ചാപ്റ്റർ 4 ഏതാണ്, FMS ഫെസിലിറ്റി മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റി. 2 കാര്യങ്ങളാണ് സെക്ഷൻ 3 മാർക്ക് ചെയ്യേണ്ടത്. ഫസ്റ്റ് വൺ ആൻഡ് ഫോർത്ത് വൺ, QPS ഉം FMS. ഓക്കെ, ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ആൻഡ് പേഷ്യന്റ് സേഫ്റ്റിയും ഫെസിലിറ്റി മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റി. ഇത്രയും കാര്യങ്ങളാണ് അതിൽ മാർക്ക് ചെയ്ത് വെക്കേണ്ടത്. ഇനി ലാസ്റ്റ് വൺ ആണ് സെക്ഷൻ 4, ഇൻക്ലൂഡ്സ് അക്കാദമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റൽ സ്റ്റാൻഡേർഡ്സ്. മെഡിക്കൽ കോളേജുമായിട്ട് ബന്ധപ്പെട്ട മാനദണ്ഡങ്ങളാണ് ഇതിൽ വരുന്നത്, സെക്ഷൻ 4 വരുന്നത്. 2 കാര്യങ്ങളാണ് ഇമ്പോർട്ടന്റ് ആണ് പഠിക്കാൻ. അപ്പൊ 2 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഏതൊക്കെയാണ്, MPE എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെഡിക്കൽ പ്രൊഫഷണൽ എഡ്യൂക്കേഷനും ഉണ്ട്, അതുപോലെ തന്നെ HRP എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ സബ്ജക്ട് റിസർച്ച് പ്രോഗ്രാംസും ഉണ്ട്. മെഡിക്കൽ പ്രൊഫഷൻ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ്സുകളാണ് കേട്ടോ. മെഡിക്കൽ പ്രൊഫഷൻ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ്സ്, പ്രൊഫഷണൽ മേഖലകള്. ഇനി എന്താ പറയുന്നത്, ഹ്യൂമൻ സബ്ജക്ട്സ് റിസർച്ച് പ്രോഗ്രാംസ് എന്ന് പറഞ്ഞാൽ റിസർച്ച് പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ആ ചാപ്റ്ററിൽ വരുന്നത്. ഓക്കെ, അപ്പോ MPEയും HRPയും കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കി, 4 സെക്ഷൻസ് കൃത്യമായിട്ട് പഠിച്ചു വെക്കാം കേട്ടോ.
കഴിച്ചു കഴിഞ്ഞോ? ഓക്കെ. നെക്സ്റ്റ് നോക്കാം. JCI 5th edition of the hospital standards contains. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ മെഷറബിൾ എലമെന്റ്സ് ഉണ്ട്. 5th എഡിഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് JCIക്ക് എത്ര സ്റ്റാൻഡേർഡ്സ് ഉണ്ട്? 285 സ്റ്റാൻഡേർഡ്സ് കേട്ടോ. മൊത്തത്തില് 16 ചാപ്റ്റേഴ്സ് ഉണ്ട്. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കിയാൽ അറിയാൻ പറ്റും. ഓക്കെ, ഈ ചാപ്റ്റേഴ്സുകൾ മൊത്തത്തില് 16 ചാപ്റ്റേഴ്സ് ഉണ്ട്. ആ 16 ചാപ്റ്റേഴ്സിനെയും കൂടിയിട്ട് മെഷറബിൾ എലമെന്റ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് എന്താണ് 285 സ്റ്റാൻഡേർഡ്സ്. ഓക്കെ, ആ 16 ചാപ്റ്റേഴ്സിനും കൂടിയിട്ട് 285 സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അതുപോലെ തന്നെ 1160 മെഷറബിൾ എലമെന്റ്സും ഉണ്ട്. അപ്പൊ അതൊന്ന് റെക്കോർഡ് മാർക്ക് ചെയ്ത് വെക്കാം കേട്ടോ. 285 സ്റ്റാൻഡേർഡ്സും 1160 മെഷറബിൾ എലമെന്റ്സും ആണ് ഉള്ളത്. Revision of standards. The standards will be re-examined and published at least every 3 years. Underline ചെയ്യാം, ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് JCIയുടെ സ്റ്റാൻഡേർഡ്സ് റീഎക്സാമിൻ ചെയ്യുന്നത്? എങ്ങനെയാണ് ഓരോ 3 വർഷം കൂടുമ്പോഴും ആ സ്റ്റാൻഡേർഡ്സുകള് പുനർപരിശോധിക്കുകയും അതില് മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യുന്നുണ്ട്. ഓരോ 3 years കൂടുന്നതോറും. നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ സ്റ്റാൻഡേർഡ്സുകൾ എങ്ങനെയാണ്. ഒരു ഹോസ്പിറ്റലിൽ ഇപ്പോ അംഗീകാരം ലഭിച്ചിട്ടുണ്ടെങ്കിൽ വരുന്ന ഇയേഴ്സും നമുക്ക് അംഗീകാരം കൊടുക്കാനായിട്ട് പറ്റില്ല. എന്താണ് 3 വർഷം കൂടുന്തോറും അതിന്റെ സ്റ്റാൻഡേർഡ്സിൽ അവര് മാറ്റങ്ങൾ വരുത്തും. ആ സ്റ്റാൻഡേർഡ്സ് കൃത്യമായിട്ട് അവരെ പാലിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമാണ് എന്ത് കൊടുക്കാൻ പറ്റുള്ളൂ? അംഗീകാരം പിന്നീട് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത് ഓരോ 3 വർഷം കൂടുന്തോറും റീ എക്സാമിൻ ചെയ്യുന്നുണ്ട്. എവിടെ? JCI കേട്ടോ. ഓർത്ത് വെക്കാം. ഇനി ലാബിന്റെ പഠിക്കാനുണ്ടാവും. ലാബ് വരുമ്പോ അതിനകത്ത് റീ എക്സാമിൻ ചെയ്ത കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ കൃത്യമായിട്ട് JCIയുടെ ഓർത്ത് വെക്കാം. 3 വർഷം കൂടുന്തോറും റീ എക്സാമിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, സ്റ്റാൻഡേർഡ്സുകള് പുനർപരിശോധിക്കുകയും അതില് മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യുന്നു. ഇനി നെക്സ്റ്റ് ആണ് JCI സർവേ മെത്തഡോളജി. Survey process becomes operational. Typically, survey team includes a physician, nurse and administrator. സർവേ ടീം അല്ലെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ് വെറുതെ ഒന്നും ഒരു സ്ഥാപനത്തിന് നമ്മൾക്ക് അക്രഡിറ്റേഷൻ കൊടുക്കാനായിട്ട് പറ്റില്ല. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് എന്ത്? സർവേ മെത്തഡോളജി എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ സർവേ എടുക്കാനായിട്ട് ഒരു ടീം ഇപ്പൊ എന്താ ഹെൽത്തിൽ നിന്നൊക്കെ എന്തെങ്കിലും അസുഖവുമായിട്ട് പഠനം പിടിക്കുകയാണ്, നമ്മുടെ ദേശത്തൊക്കെ പഠനം പിടിക്കുകയാണെങ്കിൽ ഇപ്പൊ പനി, ഇപ്പൊ എന്താ മഴക്കാലമാകുമ്പോ പനിയായിരിക്കും എല്ലാവർക്കും. അപ്പൊ ഹെൽത്ത് കെയർ മേഖലകളിൽ നിന്നൊക്കെ ആളുകൾ വരാം അല്ലെ, ആശാ വർക്കേഴ്സ് ഒക്കെ വരാം. 2-3 ആളുകളൊക്കെ സർവേ എടുക്കാനായിട്ട് വരാം, നമുക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ട്. ഇപ്പോ ബക്കറ്റിലൊക്കെ വെള്ളം നിറഞ്ഞിരിക്കുകയാണെങ്കിൽ കൊതുക് മുട്ടയിടുന്നതൊക്കെ അത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതൊക്കെ മറച്ചു കളയുക, അല്ലെങ്കിൽ ഇപ്പൊ ചിരട്ടയൊക്കെ കമത്തിയിടുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരാറുണ്ട് അല്ലെ. അവര് വന്ന് മുട്ടയിടും, അപ്പൊ അത് ബുദ്ധിമുട്ടാണ്, ഡെങ്കിപ്പനിയൊക്കെ വരാൻ സാധ്യതയില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ ഹെൽത്തിൽ നിന്നൊക്കെ വന്ന് പറഞ്ഞു തരാറുണ്ട്. അതുപോലെ തന്നെ അവർക്ക് ഒരു സർവേ എടുക്കണം അല്ലെ. ഒരാൾ വന്നിട്ടാണോ സർവേ എടുക്കുന്നത്? എങ്ങനെയാ എടുക്കുന്നത്? ഒരാൾ വന്നിട്ടാണോ? ഒരു ടീം ഉണ്ടാവും അല്ലെ. 2-3 ആളുകൾ വന്നിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സർവേ എടുത്ത് പോകുന്നത് അല്ലെ. അപ്പോ ഇവിടെ ഇപ്പോ എന്താണ് ഈ സ്റ്റാൻഡേർഡ്സിന്റെ JCI സർവേ മെത്തഡോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു സർവേ ടീം ഉണ്ടാവും. ആരൊക്കെയാണുള്ളത്? ഫിസിഷ്യൻ ഉണ്ടാവും, നഴ്സുമാരുണ്ടാവും, അഡ്മിനിസ്ട്രേറ്റർ ഉണ്ടാവും. ഓക്കെ, 3 പേരും കൂടി ചേർന്നിട്ടാണ് സർവേ നടത്തുന്നത്. ആ സർവേ ടീമില് ആരൊക്കെ ഉണ്ടാവും? ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം: ഫിസിഷ്യൻ, നഴ്സ്, അഡ്മിനിസ്ട്രേറ്റർ. ഓക്കെ,
Surveyors assess the various units within an organization and discuss their findings. Surveys conduct a complete system analysis on integration and coordination of care process. ഇവിടെ പറയുന്നത് ഈ സർവേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർവേ എടുക്കുന്ന ആളുകളെയാണ് സർവേസ് എന്ന് പറയുന്നത്. അപ്പോ ഓരോരുത്തരും പോയിട്ട് സർവേ എടുത്ത ശേഷം എന്ത് ചെയ്യുന്നുണ്ട്, ഓരോരുത്തരും കണ്ടെത്തിയ കാര്യങ്ങൾ അവിടെ ഡിസ്കസ് ചെയ്യും. ഇല്ലേ, ഇപ്പൊ നമ്മളൊരു എന്താ ഒരു റൂറൽ ഏരിയാസിൽ ഇപ്പൊ സർവേ എടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ 2 ഏച്ചയോ അല്ലെങ്കിൽ 3 ഏച്ചയോ ആളുകളാണ് ഓരോ വീട്ടിലേക്ക് വരുന്നത് അല്ലെ. തെക്ക് ഭാഗത്തോട്ട് ഇവര് പോകും, പടിഞ്ഞാറ് ഭാഗത്തോട്ട് ഇവരും. അങ്ങനെ എന്താണ്, ഓരോരുത്തർക്കും ഓരോ പൊസിഷൻസുകൾ അല്ലെങ്കിൽ ഓരോ ലൊക്കേഷൻസുകൾ അവർ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവരെന്ത് ചെയ്യും, സർവേ എടുത്ത് വന്നിട്ട് അവരുടെ ഫൈൻഡിങ്സ്, കണ്ടെത്തലുകൾ എങ്ങനെയാണെന്നുള്ളത് അവർ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇല്ലേ. അതുപോലെ തന്നെയാണ് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ഓരോ കാര്യങ്ങളും സർവേ എടുത്തു കഴിഞ്ഞിട്ട് അവരെന്താണ് കണ്ടെത്തിയത്, ടോട്ടൽ ഫൈൻഡിങ്സ് എന്താണെന്നുള്ളത് അവർ ഡിസ്കസ് ചെയ്യുന്നു. ഇനി എന്താ, ഈ ഫൈൻഡിങ്സിലൂടെ എന്താണ്, പരിചരണ പ്രക്രിയ നല്ല രീതിയിലാണോ നടക്കുന്നത്, എല്ലാവരും ഇന്റഗ്രേറ്റ് ചെയ്ത് കോർഡിനേറ്റ് ചെയ്താണോ നടത്തുന്നത് എന്നുള്ളത് സർവേ കൂടി മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലെ. ഒരു ഹെൽത്ത് കെയർ മേഖലയിൽ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ, ഹോസ്പിറ്റലിൽ അവരെ പരിചരണ പ്രക്രിയ എങ്ങനെയാണ് കൊടുക്കുന്നത്, സർവേയുടെ അടിസ്ഥാനത്തിൽ നമുക്കത് കണ്ടെത്താനായിട്ട് സാധിക്കുന്നുണ്ട്. എല്ലാവരും കൂടി കോർഡിനേറ്റ് ചെയ്തുകൊണ്ടാണോ, അല്ലെങ്കിൽ എല്ലാവരും കൂടി നല്ല രീതിയിൽ ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചിട്ടാണോ അവര് കെയർ കൊടുക്കുന്നത്, രോഗികൾക്ക് കെയർ കൊടുക്കുന്നത് എന്നുള്ളത് സർവേയിലൂടെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നുണ്ട്. അതാണ് സർവേ മെത്തഡോളജി എന്ന് പറയുന്നത്. വെറുതെ ഒന്നും ഒരു ഹോസ്പിറ്റലിന് അംഗീകാരം കൊടുക്കാനായിട്ട് പറ്റില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് വേണം അംഗീകാരം കൊടുക്കാനായിട്ട് അല്ലെ. ഒരു ഡോക്ടർ ചിലപ്പോൾ കോൺഫ്ലിക്റ്റ് ആയിട്ട് എന്തെങ്കിലും തർക്കം ആയിട്ട് ബന്ധപ്പെട്ട് മാറി നിൽക്കുകയാണെങ്കിൽ എന്താണ്, അവിടെ നല്ല രീതിയിൽ നമുക്ക് പരിചരണം കൊടുക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഈ സർവേയിലൂടെ നമുക്കത് ഐഡന്റിഫൈ ചെയ്തത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓരോ ഹോസ്പിറ്റലുകളും കൃത്യമായിട്ട് എങ്ങനെയാണ് കെയർ കൊടുക്കുന്നത്, എല്ലാവരും കൂടി ടീമായിട്ട് നിന്ന് കോർഡിനേറ്റ് ചെയ്ത് കോർപ്പറേറ്റ് ചെയ്തുകൊണ്ടാണോ നമ്മൾ പരിചരണം കൊടുക്കുന്നത് എന്നുള്ളത് സർവേയിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. Okay, വായിച്ചു നോക്കിയേ. JCI 5th edition of a hospital standards contains അതുപോലെ തന്നെ സർവേ മെത്തഡോളജിയെ കുറിച്ച് വായിച്ചു കേട്ടോ.
നെക്സ്റ്റ് നോക്കാം. അക്രഡിറ്റേഷൻ സർവീസ്. ഇനി എന്താണ് നമുക്ക് സർവേ എങ്ങനെയെല്ലാം ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. നമുക്ക് അക്രഡിറ്റേഷൻ സർവേ എങ്ങനെയൊക്കെ ചെയ്യാമെന്നാണ് 3 പോയിന്റിൽ അവിടെ കൊടുത്തിരിക്കുന്നത്. നോക്കിയേ. ഇന്റർവ്യൂ വിത്ത് സ്റ്റാഫ് ആൻഡ് പേഷ്യന്റ് ആൻഡ് അതർ വെർബൽ ഇൻഫർമേഷൻ. എന്താണ് സ്റ്റാഫിനെയും അതുപോലെ തന്നെ പേഷ്യന്റിനെയും നേരിട്ട് നമുക്ക് അഭിമുഖം നടത്താനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, അതുപോലെ സർവേ എടുക്കാം. പിന്നെ എന്താണ് അതർ വെർബൽ ഇൻഫർമേഷൻ. അല്ലെ, മറ്റു രീതിയിൽ വാക്കാലുള്ള ഇൻഫർമേഷനുകൾ, നമുക്ക് വാക്കാലുള്ള ഇൻഫർമേഷൻസുകൾ കളക്ട് ചെയ്യാനായിട്ട് മറ്റു രീതിയുമായിട്ട് ബന്ധപ്പെട്ട് വാക്കാലുള്ള ഇൻഫർമേഷൻസ്, നമുക്ക് വെർബൽ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നതിലൂടെ സർവേ നമുക്ക് കണ്ടക്ട് ചെയ്യും. പേഷ്യന്റും സ്റ്റാഫിൽ നിന്നും ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാം. അതർ വെർബൽ ഇൻഫർമേഷൻസ് വഴി നമുക്ക് സർവേ നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെന്താ, ഓൺ സൈറ്റ് ഒബ്സർവേഷൻ ഓഫ് കോഴ്സ് ബൈ സർവേയേഴ്സ്. ഇവിടെ പറയുന്നത് എന്താണ്? ഓൺ സൈറ്റ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നേരിട്ട് കണ്ട് നിരീക്ഷിക്കാം. അല്ലെ, നേരിട്ട് കണ്ട് പേഷ്യന്റ് കെയർ കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നേരിട്ട് കണ്ട് അത് ഒബ്സർവ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ എന്താണ്? പോളിസി, procedures, clinical practice, guidelines, and other documents provided by the organization. അപ്പൊ എന്താണ്? പോളിസീസും പ്രൊസീജിയേഴ്സും അതുപോലെ തന്നെ ക്ലിനിക്കൽ പ്രാക്ടീസ്, ഗൈഡ്ലൈൻസ്, അതർ ഡോക്യുമെന്റുകൾ, ഇവയൊക്കെ പരിശോധിച്ചുകൊണ്ട് നമുക്ക് ഈ സർവീസ് എന്താണ് സർവീസ് നമുക്ക് നടത്താനായിട്ട് സാധിക്കുന്നു. ഇത്തരം കാര്യങ്ങളാണ് വരുന്നത്. ഒന്നല്ലെങ്കിൽ സ്റ്റാഫും പേഷ്യൻസിനോടും ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഇന്റർവ്യൂ നടത്തിയിട്ട്, അല്ലെങ്കിൽ മറ്റു വാക്കാനുള്ള ഇൻഫർമേഷനിലൂടെ നമുക്ക് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ പറ്റും. പിന്നെ പറയുന്നത് ഓൺ സൈറ്റ് ഒബ്സർവേഷൻ. അല്ലെ, നമ്മൾ നേരിട്ട് കണ്ട് നിരീക്ഷിച്ച് നമുക്ക് നടത്താനായിട്ട് സാധിക്കുന്നുണ്ട്. പോളിസീസും പ്രൊസീജിയേഴ്സും മറ്റു ഗൈഡ് ലൈൻസുകളും ഡോക്യുമെന്റ്സുകളൊക്കെ നമ്മൾ നോക്കിയിട്ട് നിരീക്ഷിച്ചുകൊണ്ട് നമുക്ക് അതിൽ നിന്ന് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് സർവേ നടത്താനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി സ്കോറിംഗ് ദ സർവേ റിസൾട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, സ്കോർ കൊടുക്കണം എന്നുള്ളത് എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടായിരുന്നു. ഇപ്പോ ഇവിടെ നോക്കാം. ഈച്ച് സ്റ്റാൻഡേർഡ് മസ്റ്റ് കണ്ടെയ്ൻ എ സ്കോർ ഓഫ് അറ്റ്ലീസ്റ്റ് 5. ഇവിടെ പറയുന്നത് എന്താണ്? അക്രഡിറ്റേഷൻ ലഭിക്കണമെങ്കിൽ ഓരോ സ്റ്റാൻഡേർഡ്സിനും കുറഞ്ഞത് 5 സ്കോറെങ്കിലും ഉണ്ടായിരിക്കണം. ഓക്കെ, ഓരോ സ്റ്റാൻഡേർഡ്സിനും കുറഞ്ഞത് 5 സ്കോറെങ്കിലും ഉണ്ടായിരിക്കണം. ഈച്ച് ചാപ്റ്റേഴ്സ് മസ്റ്റ് ഹാവ് എ സ്കോർ ഓഫ് അറ്റ്ലീസ്റ്റ് 8. ഇനി എന്താണ്? ഈച്ച് ചാപ്റ്റേഴ്സിന് അല്ലെ, ഓരോ ചാപ്റ്റേഴ്സിനും എത്ര സ്കോർ വീതമാണ്? അറ്റ്ലീസ്റ്റ് 8 സ്കോർ വീതമെങ്കിലും ഉണ്ടായിരിക്കണം. All standards must together average for at least 9. എന്താണ്? എല്ലാ സ്റ്റാൻഡേർഡ്സിന്റെയും ആവറേജ് നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് 9 സ്കോറെങ്കിലും ഉണ്ടായിരിക്കണം. All measurable elements have averaged to obtain the score for the standards. എന്താണ്? മെഷറബിൾ എലമെന്റ്സിന്റെ ഒരു ആവറേജ് നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? സ്റ്റാൻഡേർഡ്സിന്റെ സ്കോർ കിട്ടുന്നുണ്ട്. ഓക്കെ, നിങ്ങള് അടിയിൽ നിന്നും മേലേക്ക് പോവാട്ടോ. ഫസ്റ്റ് എന്ന് പറയുന്നത് സെക്ഷൻസ് ഉണ്ട്, പിന്നെ ചാപ്റ്റേഴ്സ് വരും, പിന്നെ എന്ത് വരും? സ്റ്റാൻഡേർഡ്സ് വരും, പിന്നെ മെഷറബിൾ എലമെന്റ്സ്. അപ്പൊ ഈ മെഷറബിൾ എലമെന്റ്സിന്റെ അവിടെ നിന്ന് പോവാട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം, കണക്ട് ചെയ്ത് നോക്കാം. എന്താണ്? മെഷറബിൾ എലമെന്റ്സിന്റെ ആവറേജ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിന്റെ ഇത് കിട്ടും? സ്റ്റാൻഡേർഡിന്റെ സ്കോർ കിട്ടുന്നുണ്ട്. സ്റ്റാൻഡേർഡിന്റെ ആവറേജ് എടുത്തു കഴിഞ്ഞാല് ചാപ്റ്റേഴ്സിന്റെ സ്കോർ കിട്ടും. ചാപ്റ്റേഴ്സിന്റെ നമുക്ക് ആവറേജ് എടുത്തു കഴിഞ്ഞാൽ ഓവറോൾ ആയിട്ടുള്ള സ്കോർ നമുക്ക് കിട്ടുന്നുണ്ട്. മനസ്സിലായോ? സെക്ഷൻ, ചാപ്റ്റേഴ്സ്, സ്റ്റാൻഡേർഡ്സ്, മെഷറബിൾ എലമെന്റ്സ്. മെഷറബിൾ എലമെന്റ്സിന്റെ ആവറേജ് എടുത്തു കഴിഞ്ഞാല് സ്റ്റാൻഡേർഡ്സിന്റെ സ്കോർ കിട്ടുന്നുണ്ട്. സ്റ്റാൻഡേർഡ്സിന്റെ ആവറേജ് എടുത്തു കഴിഞ്ഞാല് ചാപ്റ്റേഴ്സിന്റെ സ്കോർ കിട്ടും. ചാപ്റ്റേഴ്സിന്റെ ആവറേജ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓവറോൾ ആയിട്ടുള്ള സ്കോർ നമുക്ക് കിട്ടും. അങ്ങനെ നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ, ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കാം. ക്വസ്റ്റ്യൻസ് ഒന്നും കണ്ടിട്ടില്ല. ഇനി എങ്ങാനും ചോദിച്ചു കഴിഞ്ഞാല് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ്. അറ്റ്ലീസ്റ്റ് 5, അറ്റ്ലീസ്റ്റ് 8, അറ്റ്ലീസ്റ്റ് 9 എന്നുള്ളത് ഒന്ന് ഓർത്ത് വെക്കാം. ഓക്കെ,
ഇനി നെക്സ്റ്റ് നോക്കാം സ്കോറിംഗ് സർവേ റിസൾട്ട്. ഈച്ച് മിഷറബിൾ എലമെന്റ് ME എന്നാണ് അതിനെ പറയുന്നത്. അതിന്റെ ഷോർട്ട് ഫോം മിഷറബിൾ എലമെന്റ് സ്കോർഡ്. മിഷറബിൾ എലമെന്റിന്റെ സ്കോർ എങ്ങനെയാണ്? മെറ്റ് 10, പാർഷ്യലി മെറ്റ് 5, നോട്ട് മെറ്റ് 0. ഇവിടെ പറയുന്നത് എന്താണ്? എല്ലാ മിഷറബിൾ എലമെന്റ്സ് നമ്മൾ കൃത്യമായിട്ട് പാലിച്ചാല് 10 കിട്ടും. പാർഷ്യലി ആണെങ്കിൽ 5, ഒട്ടും പാലിച്ചിട്ടില്ലാന്നുണ്ടെങ്കിൽ 0 ആണ് സ്കോർ കിട്ടുന്നത്. All standards are averaged to obtain the score of the chapters. എന്താ പറയുന്നത്? എല്ലാ സ്റ്റാൻഡേർഡ്സിനെയും ആവറേജ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടുന്നുണ്ട്? ചാപ്റ്റേഴ്സിന്റെ അല്ലെ, ചാപ്റ്റേഴ്സിന്റെ സ്കോർ കിട്ടും അല്ലെ. ചാപ്റ്റർ സ്റ്റാൻഡേർഡ് മിഷറബിൾ എലമെന്റ്സ് എന്നാണല്ലേ നമ്മൾ പറയുന്നത്. അപ്പോ എല്ലാ സ്റ്റാൻഡേർഡ്സിനും ആവറേജ് എടുത്തു കഴിഞ്ഞാൽ ചാപ്റ്റേഴ്സിന്റെ സ്കോർ കിട്ടുന്നുണ്ട്. All chapters are averaged to obtain the overall score. All chapters, എല്ലാ ചാപ്റ്റേഴ്സിന്റെയും ആവറേജ് എടുത്തു കഴിഞ്ഞാൽ ഓവറോൾ ആയിട്ടുള്ള സ്കോർ നമുക്ക് ലഭിക്കും. കിട്ടിയോ? മനസ്സിലായോ? സ്കോറിംഗ് വായിച്ചു നോക്കിയത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി നോക്കിയേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അടിയിൽ നിന്ന് മേലേക്ക് പോയാൽ മതി കേട്ടോ. അതിൽ നോക്കാം. 4 സെക്ഷൻ ഉണ്ട്. ചാപ്റ്റേഴ്സ്, സ്റ്റാൻഡേർഡ്സ്, മിഷറബിൾ എലമെന്റ്സ്. മിഷറബിൾ എലമെന്റ്സിന്റെ ആദ്യം തുടങ്ങി നോക്കാം. അടിയിൽ നിന്ന് മേലേക്ക് മിഷറബിൾ എലമെന്റ്സ്, സ്റ്റാൻഡേർഡ്, ചാപ്റ്റേഴ്സ്. അങ്ങനെ ഒന്ന് നോക്കിയാൽ കിട്ടും. മനസ്സിലാക്കി വെച്ചാൽ മതി. ക്വസ്റ്റ്യൻ ഒന്നും കണ്ടിട്ടില്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി.
നെക്സ്റ്റ് ഞാൻ പറയണോ കേട്ടോ. നെക്സ്റ്റ് നോക്കാം. കഴിഞ്ഞു. ഓക്കെ ആണോ? ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് നാബ്. ഓക്കെ, നാബ് നിങ്ങൾക്ക് ചാപ്റ്റർ പഠിക്കാനായിട്ട് അത് കൃത്യമായിട്ട് പഠിക്കുള്ളൂ. നാബ് എന്താണെന്ന് നമ്മളുടെ ഇതിൽ പഠിക്കാനുള്ളത് ചെറിയൊരു പോർഷൻ ആണുള്ളത്. നോക്കാം. നാബ് എന്ന് പറഞ്ഞാല് നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്. ഓക്കെ, നാഷണൽ മേഖലകളിൽ നാഷണലില് അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ഒരു ഇതാണ് നാബ് എന്ന് പറയുന്നത് കേട്ടോ. ഹോസ്പിറ്റലുകൾക്ക് നാഷണൽ തലത്തിൽ അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ഒരു ബോർഡാണ് നാബ് എന്ന് പറയുന്നത്. അപ്പം നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്. ഇമ്പോർട്ടന്റ് ആണ്. നാബിന്റെ ഫുൾ ഫോം ചോദിക്കാറുണ്ട്. കൃത്യമായിട്ട് എഴുതി വെച്ച് പഠിക്കണം കേട്ടോ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് വിട്ടുപോവാതെ പഠിക്കാനായിട്ട് നോക്കാം. നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്. The NAB standards are reformed every 4 years. Now the hospital implements the 5th edition standards April 2020. So NABന്റെ 5th edition വന്നിരിക്കുന്നത് എത്രയിലാണ്? April 2020-ലാണ്. ഇനി ഓരോ സ്റ്റാൻഡേർഡ്സിനും റീഫോം ചെയ്യുന്നത് എത്ര ഇയറിലാണ്? എത്ര ഇയേഴ്സ് കൂടുമ്പോഴാണ് നാബ് സ്റ്റാൻഡേർഡ്സ് ചേഞ്ച് ചെയ്യുന്നത്? എക്സാമിൻ ചെയ്യുന്നപ്പോഴാണ്? റീഫോം ചെയ്യുന്നപ്പോഴാണ്? 4 കേട്ടോ. 4 ഇയേഴ്സ് കൂടുമ്പോ. JCI ആണെങ്കിലോ? JCI ഓർമ്മയില്ല, നമ്മൾ കഴിഞ്ഞ ഇപ്പൊ തന്നെ പഠിച്ചതാണ്. JCIയുടെ റീഫോം ചെയ്യുന്നത് every 3 years കൂടുമ്പോ. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, JCI നാവും തമ്മില് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഇമ്പോർട്ടന്റ് ആണ്. വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, നാബിന്റെ സ്റ്റാൻഡേർഡ്സ് എവറി 4 years കൂടുമ്പോ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഓക്കെ, ഇനി അതിന്റെ 5th എഡിഷൻ സ്റ്റാൻഡേർഡ്സ് വന്നിരിക്കുന്നത് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത് April 2020-ലാണ്. NAB standard centers of patient safety and the quality of the delivery of services by the hospital in the changing healthcare environment. NAB is given by an autonomous body set up by the government of India known as QCI. QCI, അവിടെ ഒന്ന് underline ചെയ്യാം. Quality Council of India. Okay, Quality Council of India, which is the standard making body in India.
അപ്പൊ എന്താണ് സെക്കൻഡ്സിൽ പറയുന്നത് എന്താണ്? NAB standard centers a patient safety and the quality of the delivery of the services by the hospitals. അല്ലേ? ഇവിടെ പറയുന്നത് നാബ് സ്റ്റാൻഡേർഡ്സ്, നാബിന്റെ സ്റ്റാൻഡേർഡ്സുകള് കേന്ദ്രീകരിച്ചിരിക്കുന്നത് എന്തിലാണെന്നാണ് പറയുന്നത്? പേഷ്യന്റ് സേഫ്റ്റിയിലും അതുപോലെ തന്നെ ക്വാളിറ്റി ഓഫ് ദി ഡെലിവറി ഓഫ് സർവീസസ് ബൈ ദ ഹോസ്പിറ്റൽസ്. എന്താണ് ആ ക്വാളിറ്റി ഡെലിവറി ചെയ്യുന്ന ഒരു സർവീസിലുമാണ് അല്ലെ ക്വാളിറ്റി. പേഷ്യൻസിന് നല്ല രീതിയിൽ സേഫ്റ്റിയോട് കൂടിയിട്ടും നല്ല ഗുണനിലവാരമുള്ള കെയർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നാബ് സ്റ്റാൻഡേർഡ്സുകൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അത് എന്തിലൊക്കെയാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്? പേഷ്യന്റ് സേഫ്റ്റിയിലും അതുപോലെ തന്നെ ക്വാളിറ്റി ഓഫ് ഡെലിവറി ഓഫ് സർവീസസ് ബൈ ദ ഹോസ്പിറ്റൽസ്. ഇനി എന്താണ് നാബ് എന്ന് പറഞ്ഞാല്? ബൈ ആൻ ഓട്ടോണമസ് ബോഡിയാണ് അല്ലെ. ഓട്ടോണമസ് എന്ന് പറഞ്ഞാല് സ്വയംഭരണ ഒരു ബോഡി അല്ലെങ്കിൽ സ്ഥാപനമാണ് അല്ലെ. സ്വയം ഭരണം എന്നാണ് ഓട്ടോണമസ് എന്ന് പറയുന്നതിന്റെ മീനിങ്. അപ്പൊ നാബ് എന്ന് പറഞ്ഞാൽ ഒരു ഓട്ടോണമസ് ബോഡിയാണ്. അതുപോലെ തന്നെ ഇവിടെ പറയുന്നുണ്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നോൺ ആസ് ഓട്ടോണമസ് ബോഡി സെറ്റ് അപ്പ് ബൈ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നോൺ ആസ് QCI. അണ്ടർലൈൻ ചെയ്യാം. QCIയുടെ ഫുൾ ഫോം ചോദിക്കാവുന്നതാണ്. ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ which is the standard making board in India. അപ്പൊ എന്താണ് ഈ QCI എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ സ്റ്റാൻഡേർഡ് മേക്കിംഗ് ബോർഡാണ് QCI എന്ന് പറഞ്ഞാല്. അതുപോലെ തന്നെ നാബ് എന്ന് പറഞ്ഞാൽ ഒരു സ്വയംഭരണ ബോഡിയാണ് അല്ലെ, ഓട്ടോണമസ് ബോഡിയാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ഒരു സ്ഥാപനമാണ് നാബ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോ അതാണ് ഇവിടെ പറയുന്നത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ഒരു സ്ഥാപനമാണ്, സ്വയംഭരണ സ്ഥാപനമാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്ന നമ്മുടെ സർക്കാർ രൂപീകരിച്ചിട്ടുള്ള സ്വയംഭരണ സ്ഥാപനമാണ് നാബ് എന്ന് പറയുന്നത്. ഓക്കെ, QCI എന്ന് പറയുന്നത് എന്താണ്? സ്റ്റാൻഡേർഡ് മേക്കിംഗ് ബോർഡാണ് കേട്ടോ. ഇന്ത്യയിലെ സ്റ്റാൻഡേർഡ് മേക്കിംഗ് ബോർഡാണ് QCI എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നാബ് എന്ന് പറഞ്ഞാല് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്ന നമ്മുടെ സർക്കാർ രൂപീകരിച്ചിട്ടുള്ള സ്വയംഭരണ സ്ഥാപനമാണ് നാബ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ പറഞ്ഞു അതിന്റെ 5th എഡിഷൻ അല്ലെ റീഫോം ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത് ഏപ്രിൽ 2020 അതിന്റെ സ്റ്റാൻഡേർഡ്സുകൾ റീഎക്സാമൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? എവറി 4 years കൂടുമ്പോഴാണ്. അതുകൂടി കൃത്യമായിട്ട് ഓർത്തിരിക്കുക. NAB mainly divides hospital into 2 main divisions. NAB എന്താണ്? ഹോസ്പിറ്റലുകളെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് 2 രീതിയിലാണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് SHCOയും സെക്കൻഡ് വൺ HCOയും. SHCO എന്ന് പറഞ്ഞാൽ അതിന്റെ ഫുൾ ഫോം എന്താ? സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ. HCO എന്ന് പറഞ്ഞാല് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ആണ്. ഓക്കെ, HSCO എന്ന് പറഞ്ഞാല് സ്മോൾ ഹെൽത്ത് ഓർഗനൈസേഷൻ വിത്ത് ലെസ് ദാൻ 50 ബെഡ് കേട്ടോ. 50 ബെഡിൽ കുറവുള്ള ഹോസ്പിറ്റലുകളെയാണ് ഏത് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? SHCOയില്. ഇനി എന്താണ് HCO എന്ന് പറഞ്ഞാൽ വിത്ത് മോർ ദാൻ 50 ബെഡ്, 50 ബെഡില് കൂടുതൽ അല്ലെ, 50 ബെഡിന് മുകളിലുള്ള ഹോസ്പിറ്റലുകളെയാണ് നമ്മള് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ HCO കാറ്റഗറിയിൽ പെടുത്തിയിരിക്കുന്നത്. മെയിൻ നാബ് ഗൈഡ് ബുക്ക് ഓഫ് സ്റ്റാൻഡേർഡ്സ് ഹാസ് 10 chapters within 100 standards, 10 chapters with 100 standards and 651 objective elements. അപ്പൊ എന്താണ് നാബിന് 10 chapters ഉണ്ട്, 100 സ്റ്റാൻഡേർഡ്സ് ആണുള്ളത്. അതുപോലെ തന്നെ 651 ഒബ്ജക്റ്റീവ് എലിമെന്റ്സ് എന്ന് പറഞ്ഞാൽ മെഷറബിൾ എലിമെന്റ്സിനെ തന്നെയാണ് പറയുന്നത് കേട്ടോ. ഒബ്ജക്റ്റീവ് എലിമെന്റ്സ് എന്നും പറയും, മെഷറബിൾ എലിമെന്റ്സ് എന്നും പറയും. അപ്പൊ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കാം. നാബിന് 10 ചാപ്റ്റേഴ്സ് ഉണ്ട്, 100 സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, 651 മെഷറബിൾ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എലിമെന്റ്സ് ഉണ്ട്. ഇവിടെ നമ്മള് JCIയുടെ പറഞ്ഞില്ലേ, JCIയുടെ എത്രയാണ് ചാപ്റ്റേഴ്സ് പറഞ്ഞത്? നമ്മള് പറഞ്ഞില്ല ചാപ്റ്റേഴ്സ് എത്ര ഉണ്ട്?
എത്ര ചാപ്റ്റേഴ്സ് നമ്മൾ പറഞ്ഞത്? 16 ചാപ്റ്റേഴ്സ് ട്ടോ. ഓക്കെ, 16 ചാപ്റ്റേഴ്സില് 285 സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, 1160 മെഷറബിൾ എലിമെന്റ്സ് ഉണ്ട്. ഓർത്ത് വെക്കാം. അതുപോലെ തന്നെ നമ്മളിവിടെ പറഞ്ഞു എന്താണ് നാബിന്റെ ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് 10 ആണ്, സ്റ്റാൻഡേർഡ്സ് 100, 651 ഒബ്ജക്റ്റീവ് എലിമെന്റ്സ് ഉണ്ട്. ഓർത്ത് വെക്കാട്ടോ. Okay, standards refers to a set of goal of the performance. Okay. Okay. Standards refers to a set goal for performance. Each will come under each standards and is used to monitor the performance. ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ സ്റ്റാൻഡേർഡ്സ്, ലാബിലെ സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഹോസ്പിറ്റലിലെ പെർഫോമൻസ് ലെവൽ എത്രത്തോളം ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്നതിനെയാണ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് അല്ലെ. നമുക്കറിയാം ആ സ്റ്റാൻഡേർഡ്സ് വെച്ചിട്ടാണ് നമ്മൾ ഓരോ സ്കോറും അല്ലെ, മെഷറബിൾ എലമെന്റ്സ് ഉണ്ടാവും, നമ്മൾ സ്കോർ കൊടുത്തിട്ടാണ് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ അക്രഡിറ്റേഷൻ കൊടുക്കണോ എന്ന് അറിയുന്നത് അല്ലെ. അപ്പൊ അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ അംഗീകാരം കൊടുക്കുന്നതിനെയാണ്. സ്റ്റാൻഡേർഡ്സ് ഉണ്ടാവും, മെഷറബിൾ എലമെന്റ്സ് ഉണ്ടാവും, ഇതൊക്കെ നോക്കിയിട്ടാണ് സ്കോറിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പൊ ഇവിടെ പറയുന്നത് സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിലെ പെർഫോമൻസ് ലെവല് എത്രത്തോളം ഉണ്ടെന്ന് സൂചിപ്പിക്കുന്നതിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ്സ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതുപോലെ എലമെന്റ്സ് സ്റ്റാൻഡേർഡ്സിന് കീഴിൽ വരുന്നതാണ്. അതുപോലെ തന്നെ പെർഫോമൻസ് മെഷർ ചെയ്യുന്നതും എന്താണ്? ഈ സ്റ്റാൻഡേർഡ്സ്, ഈ എലമെന്റ്സ് വെച്ചിട്ടാണ് കേട്ടോ. ഓക്കെ, മെഷറബിൾ എലമെന്റ്സ് വെച്ചിട്ടാണ് എങ്ങനെയുള്ള പെർഫോമൻസ് ആണ് എന്നുള്ളത് നമ്മൾ നോക്കുന്നത്. അപ്പൊ മെഷറബിൾ എലമെന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സ്റ്റാൻഡേർഡ്സിന് കീഴിൽ വരുന്നതാണ് അല്ലെ. നമ്മൾ പഠിച്ചു ചാപ്റ്റേഴ്സ് ഉണ്ട്, സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ മെഷറബിൾ എലമെന്റ്സ് ഉണ്ട് അല്ലെ. അപ്പൊ ഈ സ്റ്റാൻഡേർഡ്സിന് കീഴിൽ വരുന്നതാണ് മെഷറബിൾ എലമെന്റ്സ് എന്ന് പറയുന്നത്. ഇനി നോക്കാം. ഇവിടെ നോക്കിയേ, ഔട്ട് ഓഫ് 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സ് ഉണ്ടെന്ന് നമ്മളിവിടെ പഠിച്ചു അല്ലെ. അല്ലെങ്കിൽ മെഷറബിൾ എലമെന്റ്സ്, ഒബ്ജക്റ്റീവ് എലമെന്റ്സ് അല്ലെങ്കിൽ മെഷറബിൾ എലമെന്റ്സ് ആണ്. മെഷറബിൾ എലമെന്റ്സ് എന്ന് പറയുന്നത് 651 ആണ്. ഈ 651 മെഷറബിൾ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എലമെന്റ്സിനെ 4 കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്, 4 രീതിയിൽ. ഓക്കെ, 4 രീതിയിൽ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എന്താണ്? 102 അല്ലെ കോർ കാറ്റഗറി. 651 102 കോർ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 459 കമ്മിറ്റ്മെന്റ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 60 അച്ചീവ്മെന്റ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലാസ്റ്റ് 30 എന്താണ്? എക്സലൻസ് കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി ഓരോന്നും നമുക്ക് നോക്കാം എന്താണെന്നുള്ളത് കേട്ടോ. മനസ്സിലായോ? 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സ് ഉണ്ട് ലാബിന്. അതിനെ 4 രീതിയിൽ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. 651 എണ്ണത്തില് 102 കോർ കാറ്റഗറിയാണ്, 459 കമ്മിറ്റ്മെന്റ് കാറ്റഗറിയാണ്, 60 അച്ചീവ്മെന്റ് കാറ്റഗറിയാണ്, 30 എക്സലൻസ് കാറ്റഗറിയാണ്. ഇനി കോർ കാറ്റഗറി എന്താ? വിച്ച് ആർ എസെൻഷ്യലി ഇവാലുവേറ്റഡ് ഡ്യൂറിങ് ഈച്ച് അസസ്മെന്റ്. അപ്പൊ എന്താണ് കോർ കാറ്റഗറി എന്ന് പറയുന്നത്? നമ്മൾ പറഞ്ഞു 102 കോർ കാറ്റഗറിയിൽ വരുന്നതാണ്. എന്താണ് കോർ കാറ്റഗറി? ഓരോ അസസ്മെന്റ് നടത്തുമ്പോഴും അത്യാവശ്യമായിട്ട് നോക്കേണ്ട എലമെന്റ്സ് ആണ് കോർ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, കോർ കാറ്റഗറി എന്ന് പറഞ്ഞാല് ഓരോ അസസ്മെന്റ് നടത്തുമ്പോഴും അത്യാവശ്യമായിട്ട് നോക്കേണ്ട എലമെന്റ്സിനെയാണ് കോർ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി എന്താ? 459 എന്തിലാണ് വരുന്നത്? കമ്മിറ്റ്മെന്റ് കാറ്റഗറിയാണ് അല്ലെ. വിച്ച് വിൽ ബി ഇവാലുവേറ്റഡ് ഡ്യൂറിങ് ഫൈനൽ അസസ്മെന്റ്. എന്താണ്? അന്തിമമായിട്ട് അല്ലെ. ഫൈനൽ അസസ്മെന്റ് എന്ന് പറഞ്ഞാല് അന്തിമ സമയത്ത് മാത്രം അല്ലെ, ഫൈനലി അന്തിമ സമയത്ത് മാത്രം ഇവാലുവേറ്റ് ചെയ്യേണ്ട എലമെന്റ്സ് ആണ് നമ്മൾ ഏതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? കമ്മിറ്റ്മെന്റ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി 60 എന്തിനാണ്? അച്ചീവ്മെന്റ് കാറ്റഗറി ആണ് അല്ലെ. വിച്ച് വിൽ ബി ചെക്ക്ഡ് ഔട്ട് ഡ്യൂറിങ് സർവീലിയൻസ് അസസ്മെന്റ്.
പറയുന്നുണ്ട്. സർവേലിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? മേൽനോട്ടം. അതിന്റെ മീനിങ് ആണ് മേൽനോട്ടം. അപ്പൊ എന്താ പറയുന്നത്? വിച്ച് വിൽ ബി ചെക്ക്ഡ് ഔട്ട് ഡ്യൂറിങ് സർവേലിയൻസ് അസസ്മെന്റ്. നിരീക്ഷണം അല്ലെ, നമ്മള് മേൽനോട്ടം അല്ലെങ്കിൽ നിരീക്ഷിക്കൽ എന്ന് പറഞ്ഞു അല്ലെ. നിരീക്ഷണ മൂല്യനിർണയ വേളകളിൽ ചെക്ക് ചെയ്യേണ്ട എലമെന്റ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അച്ചീവ്മെന്റ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിരീക്ഷണ മൂല്യനിർണയ വേളകളിൽ ചെക്ക് ചെയ്യേണ്ട എലമെന്റ്സ് ആണ് 60 എണ്ണം അച്ചീവ്മെന്റ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി 30 എണ്ണം എന്താണ്? എക്സലൻസ് കാറ്റഗറിയാണ്. വിച്ച് വിൽ ബി ഇവാലുവേറ്റഡ് ഡ്യൂറിങ് റീ അക്രഡിറ്റേഷൻ. അപ്പൊ എന്താണ്? റീ അക്രഡിറ്റേഷൻ നടത്തുന്ന സമയത്ത് മാത്രം, അക്രഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് മാത്രം ഇവാലുവേറ്റ് ചെയ്യേണ്ട എലമെന്റ്സ് ആണ് എന്തെന്ന് പറയുന്നത്? എക്സലൻസ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ക്ലിയർ ആയോ? അപ്പോ ഈ 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സ് ഉണ്ട്. ആ ഒബ്ജക്റ്റീവ് എലമെന്റ്സിനെ 4 കാറ്റഗറൈസ് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. 102 കോർ കാറ്റഗറി ഉണ്ട്, 459 കമ്മിറ്റ്മെന്റ് കാറ്റഗറി ഉണ്ട്, 60 അച്ചീവ്മെന്റ് കാറ്റഗറി ഉണ്ട്, 30 എക്സലൻസ് കാറ്റഗറി ആണുള്ളത്. ഇനി കോർ കാറ്റഗറി എന്ന് പറയുന്നത് ഓരോ അസസ്മെന്റ് നടത്തുമ്പോഴും അത്യാവശ്യമായിട്ട് വിലയിരുത്തേണ്ട അല്ലെങ്കിൽ നോക്കേണ്ട ആ എലമെന്റ്സിനെയാണ് നമ്മൾ കോർ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നത്. 459 കമ്മിറ്റ്മെന്റ് കാറ്റഗറീസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതെന്താണ്? അന്തിമ സമയത്ത് മാത്രം ഇവാലുവേറ്റ് ചെയ്യേണ്ട എലമെന്റ്സ് ആണ് കമ്മിറ്റ്മെന്റ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അച്ചീവ്മെന്റ് കാറ്റഗറി എന്ന് പറയുന്നത് 60 എണ്ണമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരീക്ഷണ മൂല്യനിർണയ വേളകളില് ചെക്ക് ചെയ്യേണ്ട എലമെന്റ്സ്. ഇനി 30 എണ്ണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സലൻസ് കാറ്റഗറിയാണ്. അത് എന്താണ്? റീ അക്രഡിറ്റേഷൻ സമയത്ത് മാത്രം ഇവാലുവേറ്റ് ചെയ്യേണ്ട എലമെന്റ്സ് ആണ് എന്തിൽ വരുന്നത്? എക്സലൻസ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, വായിച്ചു നോക്കിയേ. ഇത്ര വരെ മിസ് എടുക്കുന്നുള്ളൂ കേട്ടോ. കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് വരാം. കൃത്യമായിട്ട് മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇത്രയും വരെ എടുത്തതില്? മനസ്സിലായി. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് വരുമ്പോഴത്തേനും ഈ ലാബ് പറഞ്ഞ കാര്യങ്ങള്, അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ്സുകളൊക്കെ തരുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കാം. എന്താ അർജുൻ ഡൗട്ട്? നാളെ ഹോളിഡേ ആണ്, അതാണോ ഡൗട്ട്? ഞാൻ വിചാരിച്ച് പഠിപ്പിച്ച് എന്തെങ്കിലും ആയിരിക്കും ഡൗട്ട് വരുന്നത്. നാളെ ഹോളിഡേ ആണ് കേട്ടോ. അത് നിങ്ങൾക്ക് എന്താ മെസ്സേജ് അയക്കും ഓഫീസിൽ നിന്ന് കേട്ടോ. ഓക്കെ, താങ്ക് യു.